അസ്സലാമലൈക്കും, നമസ്കാരം എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ. ഞാൻ ഹാരിസ് രാജാണ്. ഇന്ന് നമ്മൾ വായിക്കാൻ പോകുന്നത് സത്യവേദസാരങ്ങളുടെ 2ാമത്തെ പേജാണ്. ഇന്നലെ നമ്മൾ സത്യവേദസാരങ്ങളുടെ ആദ്യത്തെ പേജ് വായിച്ചു. അപ്പോൾ ഇനി 2ാമത്തെ പേജിൽ ഒരു പ്രതിജ്ഞയാണ്. നമ്മളൊരു പുസ്തകം വായിക്കുന്നതിന് മുൻപ് നമ്മുടെ മനസ്സിൽ നമ്മളൊരു പ്രതിജ്ഞ എടുക്കണം. അതെന്താണെന്ന് നോക്കാം. ഈ പുസ്തകം വായിക്കുന്നതിന് മുൻപ് നമുക്ക് ഈ പുസ്തകത്തിൻ്റെ അറിയാലോ, ഇതാണ് സത്യവേദസാരങ്ങൾ. ഇതിലൊരു പ്രതിജ്ഞയുണ്ട്. അതെന്താണെന്ന് നോക്കാം. അനുഗ്രഹീതമായ ഈ ലോകത്തിലെ ഏറ്റവും അനുഗ്രഹീതരായ സജ്ജനങ്ങളെ. അനുഗ്രഹീതമായ ഈ ലോകം ഒരു അനുഗ്രഹീതമായ ലോകമാണ്. നമുക്ക് ഫ്രീ ആയിട്ട് ഓക്സിജനും ഫ്രീ ആയിട്ട് വെള്ളവും അതുപോലെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഈ ശരീരം മൊത്തവും ഫ്രീ ആയിട്ട് ലഭിച്ച ഒരു അനുഗ്രഹീതമായ ഒരു ലോകമാണ്. അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട്. അപ്പോൾ എന്തായാലും മൊത്തത്തിൽ നമുക്ക് അനുഗ്രഹീതമായ ഈ ലോകം എന്ന് തന്നെ പറയാം. അതിലെ ഏറ്റവും അനുഗ്രഹീതരായ സജ്ജനങ്ങളെ. ജനങ്ങളിൽ ഒരുപാട് പേരുണ്ട്. അതെല്ലാവരും അനുഗ്രഹീതരല്ല. കുറേ പേര് അവർക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾ നഷ്ടപ്പെടുത്തിയവരും അതുപോലെ അനുഗ്രഹം ലഭിക്കാത്തവരും ഒക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ അനുഗ്രഹീതരാണ്. കാരണം നമുക്ക് ഈ സത്യവേദസാരങ്ങൾ വായിക്കാനും അതുപോലെ ഇതുപോലുള്ള കാര്യങ്ങൾ കേൾക്കാനും ഒക്കെ സാധിക്കുന്നുണ്ടല്ലോ. അത് തന്നെ വലിയൊരു അനുഗ്രഹമാണ്. ലോകത്തിൻ്റെ നാഥൻ നമുക്ക് വേണ്ടി നൽകിയ അനുഗ്രഹീത വചനങ്ങളാകുന്നു അമൂല്യങ്ങളായ എല്ലാ സത്യവേദ വചനങ്ങളും. നമുക്ക് വേദവചനങ്ങൾ ലോക ആരംഭം മുതൽ തന്നെ വേദവചനങ്ങളും മനുഷ്യർക്ക് നൽകപ്പെട്ടിട്ടുണ്ട്. ഋഗ്വേദത്തിനു മുൻപ് ചെറിയ അന്നത്തെ മനുഷ്യർക്ക് മനസ്സിലാകാവുന്ന രീതിയിലുള്ള വചനങ്ങൾ അന്നത്തെ മനുഷ്യർക്ക് നൽകപ്പെട്ടിരുന്നു എന്നുള്ളതാണ്. നമുക്ക് അന്ന് മുതൽ ഇന്നോളം വന്നിട്ടുള്ള എല്ലാ വചനങ്ങളും ഇന്ന് നമുക്ക് വേണമെങ്കിൽ ലഭ്യമാണ്. അമൂല്യങ്ങളായ എല്ലാ സത്യവേദ വചനങ്ങളും അനുഗ്രഹീതമാണ് എന്ന് പറഞ്ഞല്ലോ. ഇതുവരെ നാം നേടിയെടുത്തതും നമുക്ക് ലഭിച്ചതുമായ നമ്മുടെ മുൻവിധികളെയെല്ലാം മാറ്റിവെച്ചുകൊണ്ട് നമുക്ക് മുൻവിധി, അതായത് ഇതുവരെ നമുക്ക് ലഭിച്ച എല്ലാ അറിവുകളും ഉദ്ദേശിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ മനസ്സിൽ ഒരു വിധി ഉണ്ടായിരിക്കും. മുൻവിധി. ഒരു പുസ്തകം കാണുമ്പോൾ ഇതിൽ ഇന്നതായിരിക്കും ഉണ്ടാവുക, അല്ലെങ്കിൽ ഇന്നത് വേണ്ടിയിട്ടാണ് ഈ പുസ്തകം എഴുതപ്പെട്ടിട്ടുള്ളത്. ആ രീതിയിലുള്ള എല്ലാ മുൻവിധികളും, നല്ലതും ചീത്തയുമായ എല്ലാ മുൻവിധികളെയും മാറ്റിവെച്ചുകൊണ്ട് നിഷ്കളങ്കരായ വിദ്യാർത്ഥികളുടേതുപോലെ, നിഷ്കളങ്കരായ ഒരു വിദ്യാർത്ഥി സ്കൂളിലേക്ക് ചെല്ലുമ്പോൾ, ക്ലാസ്സിലിരിക്കുമ്പോൾ നിഷ്കളങ്കരായി ഇരിക്കണം. എന്നാലേ അവർക്ക് അധ്യാപകൻ പറയുന്നത് മനസ്സിലാവും. അതുപോലെ ഒരു നിഷ്കളങ്കരായ വിദ്യാർത്ഥികളുടേതുപോലെ ശുദ്ധമായതും ശാന്തവും പാപരഹിതവുമായ മനസ്സോടെ, അതായത് നിഷ്കളങ്കമായ മനസ്സായിരിക്കണം നമ്മുടെ, ശുദ്ധമായ ശാന്തമായ പാപരഹിതമായ, പാപരഹിതമായ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, പാപം മനസ്സിലില്ലാത്ത മനസ്സോടെ നന്മ മാത്രം ലക്ഷ്യമാക്കിക്കൊണ്ട്, നന്മ മാത്രം മനസ്സിൽ ലക്ഷ്യമാക്കുക. അങ്ങനെ ലക്ഷ്യമാക്കിക്കൊണ്ട് ശ്രദ്ധയോടെ വായിച്ച് മനസ്സിലാക്കേണ്ടതാണ് നാഥനിൽ നിന്നുള്ള എല്ലാ സത്യവചനങ്ങളും. അപ്പോൾ നാഥനിൽ നിന്നുള്ള എല്ലാ സത്യവചനങ്ങളും നമ്മൾ മനസ്സിലാക്കേണ്ടത് മനസ്സിൽ നന്മ മാത്രം ലക്ഷ്യമാക്കിക്കൊണ്ടായിരിക്കണം. അതും മാത്രം പോരാ, ശ്രദ്ധയോടെ വായിച്ച് മനസ്സിലാക്കേണ്ടതാണ് നാഥനിൽ നിന്നുള്ള എല്ലാ സത്യവചനങ്ങളും. മനുഷ്യരെ വഴിപിഴപ്പിക്കുവാൻ ശ്രമിക്കുന്ന നേരിൻ്റെ ശത്രുക്കളുടെ, എപ്പോഴും മനുഷ്യരെ വഴിപിഴപ്പിക്കാൻ വേണ്ടി നേരിൻ്റെ ശത്രുക്കൾ സജ്ജരാണ്, ജാഗരൂകരാണ്. ഒരാൾ നന്നാവാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ, ഒരാൾ നേർവഴിക്ക് പോകാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ അയാളെ ആ വഴിയിൽ പോകാതിരിക്കാൻ, അയാളുടെ വഴി പിഴപ്പിക്കാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുന്ന നേരിൻ്റെ ശത്രുക്കളുടെ ഉപദേശങ്ങളിൽ വീണു പോകാതെ, അങ്ങനെയുള്ള ഉപദേശങ്ങളിലൊന്നും വീണു പോകാതെ സത്യം കണ്ടെത്താൻ ആത്മാർത്ഥമായി നമുക്ക് ശ്രമിക്കാനേ പറ്റുള്ളൂ. നമുക്ക് എല്ലാ കാര്യങ്ങളും നമുക്ക് ശ്രമിക്കാനേ പറ്റുള്ളൂ. അതിൻ്റെ പ്രതിഫലം തരേണ്ടത് സർവശക്തനായ ലോകത്തിൻ്റെ നാഥനാണ്.
അതുകൊണ്ട് നമുക്കെപ്പോഴും നല്ലതിന് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കാം. ഇപ്പോൾ നമ്മൾ സത്യം കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത്. കണ്ടെത്തിയ സത്യ സന്ദേശങ്ങളെ, അങ്ങനെ നമ്മൾ ഏതെങ്കിലും തരത്തിൽ എന്തെങ്കിലും സത്യസന്ദേശങ്ങൾ കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ വരും തലമുറയ്ക്കായി പകർന്ന് നൽകാനായി പ്രവർത്തിക്കുകയും ചെയ്യാം. അങ്ങനെ കണ്ടെത്തിയ സന്ദേശങ്ങളെ വരും തലമുറയ്ക്ക് വേണ്ടി പകർന്നു നൽകാനായി പ്രവർത്തിക്കാം. ഇപ്പോൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതാണ്. കണ്ടെത്തിയ സത്യങ്ങൾ മുഴുവൻ ഇതുപോലുള്ളൊരു പുസ്തകത്തിൽ എഴുതി വെച്ച് വരും തലമുറയ്ക്ക് വേണ്ടി ബാക്കി വെച്ച് പോകാൻ ഉദ്ദേശിക്കുന്നു. അതിന് മുന്നോടിയായി കന്യാകുമാരി മുതൽ കാസർഗോഡ് വരെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കോഴിക്കോട് നിന്നും 11 കിലോമീറ്റർ കൂടി നടന്ന് എത്തിയിരിക്കുകയാണ്. ഏകദേശം 500 കിലോമീറ്റർ ഇന്നോളം നടന്നു തീർന്നു. ഇനി ഒരു 200 കിലോമീറ്റർ കൂടി നടന്നാൽ കേരളം മുഴുവനായി കാസർഗോഡിൻ്റെ അങ്ങേയറ്റം മഞ്ചേശ്വരം വരെ എത്തിച്ചേരുന്നതാണ്. എന്നാലും അടുത്ത ദിവസം നമുക്ക് ഈ പുസ്തകത്തിൻ്റെ ആദ്യത്തെ വചനങ്ങൾ മുതൽ വായിച്ചു തുടങ്ങാം.